വാർഡ് വിഭജനം സർക്കാർ നടത്താമെന്ന ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ അംഗീകരിച്ചു. 8 മുനിസിപ്പാലിറ്റികളും ഒരു പഞ്ചായത്തും ഡീലിമിറ്റേഷൻ പരിധിയിൽ കൊണ്ടുവരാമെന്നാണ് ഉത്തരവ്. ഷപ്ന, സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത സർക്കാരാണ് ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതിപ്പോൾ ഉത്തരവ് എങ്ങനെയാണ്? സേതുലക്ഷ്മി, മലബാർ മേഖലയിലെ 8 നഗരസഭകളിലെയും ഒരു പഞ്ചായത്തിലെയും വാർഡ് പുനർവിഭജനമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയിരുന്നത്. ഇതാണിപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ട് കോടതി ഉത്തരവിട്ടിരിക്കുന്നു. പാനൂർ, മട്ടന്നൂർ, മുക്കം, പയ്യോളി, ഫറോക്ക്, കൊടുവള്ളി, ശ്രീകണ്ഠാപുരം, പട്ടാമ്പി നഗരസഭകളിലെയും പടന്ന ഗ്രാമപഞ്ചായത്തിലെയും വാർഡ് വിഭജിക്കുന്ന നടപടിയായിരുന്നു സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയത്. ഇതാണിപ്പോൾ ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചിട്ടുള്ളത്. സർക്കാരാണ് അപ്പീലുമായി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് UDF പ്രവർത്തകരുടെ പരാതിയിന്മേലായിരുന്നു. അത്തരത്തിൽ UDF പ്രവർത്തകരാണ് ഇത്തരം ഒരു ഹർജിയുമായി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ സമീപിച്ചിരുന്നത്. 2011 സെൻസസ് അനുസരിച്ച് 2015 വാർഡ് വിഭജനം നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം അടുത്ത സെൻസസ് പൂർത്തിയാകാനിരിക്കെ ഇപ്പോൾ നടത്തുന്ന വാർഡ് വിഭജനം ഒരു രീതിയിലും അംഗീകരിക്കാനാവില്ല, നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൽ ഹർജി എത്തിയത്. ഇത് ഹൈക്കോടതി അനുവദിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് ഈ ഡീലിമിറ്റേഷൻ ചില നഗരസഭകളിൽ നഗരവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ കണക്കിലെടുത്താണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണ്, അത് റദ്ദാക്കണം എന്ന് സർക്കാർ ഡിവിഷൻ ബെഞ്ചിൽ ആവശ്യപ്പെട്ടിരുന്നു. ഡിവിഷൻ ബെഞ്ച് ഏതായാലും സർക്കാരിന്റെ നടപടി അംഗീകരിച്ചിരിക്കുന്നു. സർക്കാരിന് ഏതായാലും വാർഡ് വിഭജന കാര്യത്തിൽ ആശ്വാസമായ ഉത്തരവാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നിന്നും ഉണ്ടായത്. അതായത് വാർഡ് വിഭജനം ഇനി സർക്കാരിന് നടത്താം, അങ്ങനെയാണല്ലേ? തീർച്ചയായും. കാരണം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അത് റദ്ദാക്കുകയായിരുന്നു ചെയ്തത്, സർക്കാരിൻ്റെ ഉത്തരവ് റദ്ദാക്കുകയായിരുന്നു ചെയ്തത്. ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ സർക്കാരിന് അനുകൂലമായി തീരുമാനമെടുത്തിരിക്കുന്നു. സർക്കാർ പറഞ്ഞ വാദങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. വാർഡ് വിഭജനവുമായി മുന്നോട്ട് പോകുന്നതിനുള്ള നടപടികൾ സർക്കാരിന് തുടരാം. ശരി, ഷപ്നാസിയാണ് വിവരങ്ങൾ നൽകിയത്. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഡീലിമിറ്റേഷൻ സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സർക്കാർ നൽകിയ അപ്പീൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുവദിച്ചു.